എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Ace of Cups, King of Wands, Ace of Swords, King of Cups, Nine of Swords, Justice Energy. ആദ്യം തന്നെ ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം തുടങ്ങുന്നത് തന്നെ ഒരു സന്തോഷ വാർത്തയോട് കൂടിയിട്ടാണ്. അപ്പോൾ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോൾ മാസം തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാമ്പത്തികമായിട്ട് നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ ഉള്ളൊരു സ്ഥിതി എന്നുള്ളതിനേക്കാൾ മികച്ചതായിട്ടുള്ളൊരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് മനസ്സിനുള്ള തൃപ്തി, സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം എന്നുള്ളതിലുപരി മാനസികമായിട്ടുള്ളൊരു സന്തോഷവും തൃപ്തിയുമാണ്. അപ്പോൾ ചിലപ്പോൾ ജോലി കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു പ്രൊമോഷനായിരിക്കാം, നിങ്ങൾ അർഹിച്ചൊരു ജോലി, അങ്ങനൊരു പൊസിഷനായിരിക്കാം. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാൾ ആണ് നിങ്ങൾ, നല്ലൊരു സാമ്പത്തിക സ്ഥിതി ആണെങ്കിൽ പോലും നിങ്ങൾ ഉദ്ദേശിച്ചൊരു സർക്കാർ ജോലിയായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഏരിയയിലൊരു ജോലിയായിരിക്കാം, അത് നിങ്ങൾക്ക് ലഭിക്കാം. വളരെ എക്സ്ട്രീംലി പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി തൃപ്തി തരുന്ന കാര്യങ്ങളും, അതേപോലെ പ്രണയവും സ്നേഹവും നിറഞ്ഞൊരു മാസം. അപ്പോൾ ചില ആളുകൾക്ക് പ്രപ്പോസൽ വരുന്നതാകാം, പ്രണയാഭ്യർത്ഥനകളായിട്ട് വരുന്നു, അല്ലെങ്കിൽ വിവാഹത്തിന് എവിടെയെങ്കിലുമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വിവാഹക്കാരെയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ളൊരു പ്രപ്പോസൽ വരാം, അറേഞ്ച് മാരേജ് തരത്തിലുള്ളത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നല്ല സൗഹൃദങ്ങൾ ഈ ഒരു മാസത്തിൽ സ്ഥാപിക്കാൻ പറ്റുന്നു. ഓൾറെഡി ഉള്ള ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് കൂടിയാണിത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തന്നെ ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ പൊതുവേ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് പ്രണയത്തെക്കുറിച്ചിട്ടുള്ളവർ. നിങ്ങൾ കൂടുതൽ നല്ല സൗഹൃദങ്ങളും പ്രണയത്തിലേക്കും ഒക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പം മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ മാരേജ്, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഒത്തിരി സംതൃപ്തിയും സന്തോഷവും ഒക്കെ ഉണ്ടാവും. പ്രണയം മുഹൂർത്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം. ഒരുമിച്ചിരിക്കാൻ സമയം കണ്ടെത്താൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ചിരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ നിങ്ങൾ ആ ഒരു പഴയ വിവാഹം കഴിഞ്ഞ സമയത്തെ ഒരു ഇൻറ്റിമസി, ആ ഒരു പ്രണയം ഒന്നും നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു അടുത്തിടയ്ക്കെങ്കിൽ വീണ്ടും അത് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. നിങ്ങൾ തിരിച്ച് വീണ്ടും പഴയ പോലെ ആ ഒരു മനസ്സിലാക്കലുകളും ചേർത്ത് പിടിക്കലുകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ അത് എടുത്തു പറയാൻ കാര്യം ഒരു ഡ്രാമ ക്വീൻ എനർജി, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡ്രാമ കിങ് എന്ന് പറയാം, ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആരോ ഇതേപോലത്തെ ഒരു ഡ്രാമ ക്വീൻ, ഡ്രാമ കിങ് ആരെങ്കിലും ഉണ്ടാവും. എപ്പോഴും എല്ലാ കാര്യത്തിനും ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ, ഭയങ്കര നാടകീയമായിട്ടുള്ള പല കാര്യങ്ങളും അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഇടയിലേക്ക് കയറാൻ ശ്രമിക്കുന്ന, അതായത് ഇൻലോസോ അതുപോലുള്ള ആളുകൾ, അങ്ങനെയുള്ളവരെ ആര് തന്നെ ആയാലും ആ ഒരു ബന്ധത്തിൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ അത് മൂന്നാമതൊരു വ്യക്തിയാണ്. അവരുമായിട്ടുള്ള ബന്ധം അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോവുകയും, അതായത് അച്ഛനോ അമ്മയോ ആരെങ്കിലും അവർ അച്ഛനാണ്, അമ്മയാണ്, അവരുടെ സ്ഥാനം അതാണ്. പക്ഷേ ഭാര്യയോ ഭർത്താവോ തമ്മിലുള്ള ബന്ധത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കുകയും
ആ ഒരു ഇൻറ്റിമസി കൂടുതൽ, ആ ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു പാർട്ട്ണറായിട്ട്, ജീവിത പങ്കാളിയായിട്ടുള്ള ഒരു അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അടുത്തിടയ്ക്കായിട്ട് ഒത്തിരി ഇമോഷണലി നിങ്ങളുടെ പാർട്ട്ണറെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കും, ഇപ്പോൾ പെങ്ങന്മാർ അല്ലെങ്കിൽ ആങ്ങളമാരൊക്കെ. ആ ഒരു ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും. നിങ്ങൾ തമ്മിൽ കൂടുതൽ ബന്ധം കുറച്ചുകൂടി ആഴത്തിലേക്ക് മനസ്സിലാക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ കുടുംബാന്തരീക്ഷം വളരെ നല്ലതാണെന്ന് ചുരുക്കം. അപ്പോൾ കിങ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പം ഈ ഒരു എനർജി ജോലി സംബന്ധമായിട്ട് സാഹചര്യം പറയുകയാണെങ്കിൽ ഓൺട്രപ്രനോറിയൽ എനർജിയാണ്. അപ്പോൾ ഒരു ജോലിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല സാധ്യതകളൊക്കെ കാണുന്നതുണ്ടെങ്കിൽ കൂടി സ്വന്തം ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നവർ, സ്വന്തം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതലായിട്ടുള്ള സക്സസ്. അത് അൾട്രാ സക്സസ്ഫുൾ എനർജി കാണിക്കുന്ന സ്വന്തമായിട്ട് സ്ഥാപനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളമാണ്. സക്സസ് ഫയർ എനർജിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഇടത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും ആ ഒരു ഫയർ എനർജി നിങ്ങളിലുണ്ട്. അപ്പോൾ ഒരു ഓൺട്രപ്രനോറിയൽ സിറ്റുവേഷൻ, നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് വേണം എന്നുള്ളൊരു തോന്നൽ ഉള്ളിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് പുഷ് ചെയ്യണം കൂടുതൽ. അപ്പോൾ ജോലി അതോടൊപ്പം തന്നെ ബിസിനസ് സൈഡായിട്ട് കൊണ്ടുപോവുകയും പിന്നീട് ഭാവിയിലേക്ക് അതൊരു ബിസിനസ് വളർന്ന് വലുതാകുന്ന സാഹചര്യത്തിലേക്ക് എത്താം. നിങ്ങൾ ആ സിറ്റുവേഷനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും കുറച്ചൊരു അഹം എന്നുള്ളൊരു ഭാവമൊക്കെ മൈൻഡിൽ വരാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കീപ് അരഗൻസ് അത് മാറ്റി, ആ ഒരു നിങ്ങൾ പറയില്ലേ കീപ് അരഗൻസ് ഇറ്റ് ബേ, ആ ഒരു എനർജിയാണ് വേണ്ടത്. മാറ്റി നിർത്തുക ആ ഒരു അഹം എന്ന ഭാവം. അതേപോലെ ആ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ട് ഉള്ള എക്സ്പെക്റ്റേഷൻസ് ഒന്നും വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മനസ്സിൽ വയ്ക്കുകയും ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ പൊതുവിൽ നല്ലൊരു അന്തരീക്ഷമാണെങ്കിലും ഇടയ്ക്ക് ചില എന്തോ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനും സ്വസ്ഥത കുറവൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ടെൻഷൻ ഒരു വളരെയധികം എന്താ പറയുക, നല്ലൊരു രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം, നൈറ്റ് മെയർസ് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വെറി അതിലേക്കൊന്നും പോകാതെ കുറച്ച് ഇപ്പോൾ ഉറങ്ങുന്നതിന്, അതിപ്പോൾ നിങ്ങൾ അനാവശ്യ കാര്യങ്ങൾ ആലോചിച്ച് കിടക്കുന്നതിന് തൊട്ടു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് കിടക്കുന്നത് ഒഴിവാക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് പറ്റുമെങ്കിൽ മൊബൈൽ മാറ്റി വെച്ചിട്ട്, പറ്റുമെങ്കിൽ എന്നല്ലാതെ പറ്റുന്ന കാര്യമാണ്, പലർക്കും പറ്റാറില്ലാത്തത്. അപ്പോൾ അത് മാറ്റി വയ്ക്കുകയോ നല്ല എന്തെങ്കിലും പുസ്തകങ്ങളുണ്ടെങ്കിൽ കിടക്കുന്ന സമയത്ത് അരമണിക്കൂർ മുമ്പ് വായിക്കാം. എന്തെങ്കിലും സ്പിരിച്വൽ, ഫിലോസഫിക്കൽ അല്ലെങ്കിൽ അതുപോലുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് കിടക്കുക. അല്ലാത്ത പക്ഷേ ഈ ഒരു ആങ്സൈറ്റി കിടക്കുന്ന സമയത്ത് ദുസ്വപ്നങ്ങൾ കാണുക, ഇതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്തായാലും ഈ കൊച്ചു ടെൻഷൻസ് ഒന്നും വലുതാക്കി എടുക്കാതിരുന്നാൽ മാത്രം മതിയാവും. പിന്നെ എയ്സ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ എയ്സ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് വളരെയധികം നിങ്ങളുടെ ലൈഫ് എന്താണ്, ലൈഫ് പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതും പുതിയ പല ഐഡിയാസ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐഡിയ മനസ്സിൽ വരുന്നു, മുന്നോട്ടേക്ക് പോകാൻ പൊതുവേ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു മാസം അങ്ങനെയല്ല, നിങ്ങൾ പല ഐഡിയാസ് വരുന്നു എന്ന് മാത്രമല്ല അത് പ്രാവർത്തികമാക്കാനുള്ളൊരു ശ്രമം കൂടി നിങ്ങളിലുണ്ട്. നിങ്ങൾ ഒരു ക്ലാരിറ്റി, വ്യക്തത നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ മാറി നിൽക്കുന്നില്ല, മറിച്ച് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ജസ്റ്റിസ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കർമ്മഫലമാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള കർമ്മത്തിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്താ പറയുക, ചില ആളുകളെ സംബന്ധിച്ചും സൂചിപ്പിക്കുന്നത് ഈ ലോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലീഗലായിട്ടുള്ള എന്തെങ്കിലും കേസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ, സിവിൽ കേസാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്,
അപ്പോൾ എന്തെങ്കിലും കേസ് നടക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാകുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നിങ്ങളുടെ ഫേവറിൽ കേസ് വരുന്നു. അതിൽ നിന്ന് പിന്നീട് ഒരു വളർച്ച ഉണ്ടാകാം. സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതേപോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് വഴി, സ്ഥലം, ഇതുപോലുള്ള തർക്കങ്ങളൊക്കെ ഒത്തുതീർപ്പാകുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവെ കർമ്മഫലത്തിൻ്റെ സമയമാണ്. കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഫലമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനൊക്കെ ഉള്ളൊരു ഫലം ഒരുമിച്ച് ഈ ഒരു മാസത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി. ബിഗ് താങ്ക് യു.